ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാദ. പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അപ്പം അതില് പാരീസിലെ ടെമ്പിൾ പ്രസിഡന്റാണ് ഹരിവിലാസ് പ്രഭു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് ടൈം അതിനകത്ത് പറയുന്നുണ്ട് പ്രഭുപാദുമായിട്ടുള്ള. അപ്പോൾ ഒരു വേളയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹരിവിലാസ് പ്രഭുവും പ്രഭുപാദും കൂടെ തിരിച്ച് ടെമ്പിളിലേക്ക് പോവുകയാണ്, എവിടെ ഔട്ട്സൈഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പം അന്ന് അവര് അത്രയും ഫിനാൻഷ്യലി വലിയ ഇല്ലാത്ത ഒരു സന്ദർഭമാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് കാറൊന്നുമില്ല. അപ്പൊ അവര് കാറ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ ചില റോഡ് സൈഡില് കഫേസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ തട്ടുകട പോലെ. അവിടെ ഇങ്ങനെ കഫേ ചെയർസ് ഒക്കെ ഇട്ടേക്കും റോഡ് സൈഡിൽ. അങ്ങനത്തെ ഒരു കഫേയുടെ മുമ്പിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം പ്രഭുപാദ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഹരിവിലാസ് പ്രഭുവിന് തോന്നി പ്രഭുപാദിന് ഒരുപാട് ടയേർഡ് ആയതുപോലെ തോന്നി. വെയിറ്റ് ചെയ്യുന്നു, കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പം ടയേർഡായെന്ന് തോന്നി. അപ്പൊ ഉടനെ ഹരിവിലാസ് പ്രഭു പ്രഭുപാദിനോട് പറഞ്ഞു, പ്രഭുപാദ് അങ്ങക്ക് ഇവിടെ ഇരിക്കാം, ഈ കസേരയിൽ ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് അത് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവിടെയല്ലേ ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു. അപ്പം പ്രഭുപാദിനോട് പറഞ്ഞു ഇതൊരു കഫേയാണ്, ഔട്ട്ഡോർ കഫേ ആണെന്ന് പറഞ്ഞു. അപ്പം പ്രഭുപാദ് നോക്കിയിട്ട് ഇവിടെ ആൾക്കാർ സിഗരറ്റ് വലിക്കുകയും ചായ കുടിക്കുകയും എല്ലാം ചെയ്യുന്ന സ്ഥലമല്ലേന്ന് ചോദിച്ചു. അപ്പൊ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ പ്രഭുപാദ് ഹരിവിലാസ് പ്രഭുവിനോട് പറഞ്ഞു, എ ഗുരു കനോട്ട് സിറ്റ് ഇൻ സച്ച് പ്ലേസ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ആയി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രഭുപാദിനോട്, പ്രഭുപാദ് ഐ തിങ്ക് യു ആർ ടയേർഡ്, അങ്ങക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു ഓൾ റൈറ്റ് ബട്ട് ഗുരു കനോട്ട് സിറ്റ് ഇൻ സച്ച് പ്ലേസ് എന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞില്ല എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല, ഗുരു കനോട്ട് സിറ്റ് ഇൻ സച്ച് പ്ലേസ് എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പം ആ ഒരു ഗുരുവിനും മറ്റ് മുതിർന്നവർക്കും ഉള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം എന്നുള്ള ഒരിത് പ്രഭുപാദ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഓർഡിനറി പേഴ്സണെ പോലെ നമ്മൾ കരുതാനായിട്ട് പാടില്ല എന്നുള്ളത് പ്രഭുപാദ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. നമുക്ക് ആ റെസ്പെക്ട് ഉണ്ടെങ്കിലേ സ്പിരിച്വലി നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് പ്രഭുപാദ് അവിടെ ഹരിവിലാസ് പ്രഭുവിന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവര് കാറ് വന്നു. കാറിൽ അവര് തിരിച്ച് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലേറ്റ് നൈറ്റ് പ്രോഗ്രാമാണ്. ടെമ്പിളിൽ എത്തിയ സമയത്ത് ഏകദേശം 12 മണിയായി, രാത്രി 12 മണിയായി. അപ്പോഴത്തേക്കും പ്രഭുപാദിനോട് ഹരിവിലാസ് പ്രഭു ചോദിച്ചു, പ്രഭുപാദ് റെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഹരിവിലാസ് പ്രഭു ചോദിച്ചു, പ്രഭുപാദ് മംഗളാരതിക്ക് എഴുന്നേക്കണോന്ന് ചോദിച്ചു. മംഗളാരതിക്ക് എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ആ രീതിയിൽ ചോദിച്ചു. ഉടനെ പ്രഭുപാദ് പറഞ്ഞു, എ ഡിവോട്ടി ഷുഡ് ടേക്ക് 6 hours റെസ്റ്റ് ദെൻ യു ക്യാൻ ഗെറ്റ് അപ്പ്. അങ്ങനെ പറഞ്ഞു. 6 മണിക്കൂർ ഉറങ്ങാം, അതിനുശേഷം എണ്ണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഹരിവിലാസ് പ്രഭു സമാധാനമായിട്ട് പോയി ഉറങ്ങി കുറച്ച് 4:30 ആയപ്പോഴത്തേനും ആരോ വന്ന് ഡോർ കൊട്ടിയിട്ട് പറഞ്ഞു, പ്രഭുപാദ് വളരെ ആംഗ്രിയാണ്, ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, എന്താണ് എല്ലാവരും മംഗളാരതിക്ക് എഴുന്നേക്കാത്തതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഓറിയന്റേഷനൊക്കെ ഇല്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് പെട്ടെന്ന് അപ്പോഴത്തേനും ഏതോ ഒരു ഡിവോട്ടി കീർത്തനം ചെയ്യാനൊക്കെ തുടങ്ങി, മംഗളാരതിക്ക് കീർത്തനം ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാരും അദ്ദേഹം റൂമിൽ ഇതിൽ കയറി വന്നപ്പോഴത്തേനും എല്ലാരും അദ്ദേഹത്തിനെ ഒരു സൂക്ഷിച്ച് നോക്കുകയും ചെയ്യുന്നു. ബാക്കി എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞിട്ട് അദ്ദേഹം, അതാണ് പ്രഭുപാദിന്റെ ദേഷ്യം കിട്ടാൻ കാരണം എന്ന് മനസ്സിലാക്കി എല്ലാവരും അദ്ദേഹത്തിന് സൂക്ഷിച്ചു നോക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് കീർത്തനം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഡിവോട്ടി പേഴ്സണൽ സെർവന്റ് എന്ന് പറഞ്ഞു പ്രഭുപാദ് വിളിക്കുന്നു എന്ന് പറഞ്ഞു, മോർണിംഗ് വാക്ക് പോകാനായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഭയത്തോടുകൂടി പ്രഭുപാദിന്റെ അടുത്തേക്ക് ചെന്നു, ഇനി പ്രഭുപാദ് വഴക്കുറയുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ മോർണിംഗ് വാക്കിൽ പ്രഭുപാദ് അതിനെക്കുറിച്ച് മെൻഷനേ ചെയ്തിട്ടില്ല. വഴക്കുറയോ മംഗളാരതിക്ക് എന്താ എഴുന്നേക്കാത്തതെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഹരിവിലാസ് പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത്, ഒരു ആധ്യാത്മികാചാര്യൻ എപ്പോഴും കൺസെഷൻ തരും, ചില കണ്ടീഷൻസിൽ കൺസെഷൻ തരും. പക്ഷെ നമ്മളത് ആ കൺസെഷനിൽ അഡ്വാൻറ്റേജ് എടുക്കരുത് എന്നുള്ളത് പ്രഭുപാദ് കാണിച്ചു തരികയാണെന്ന് ഹരിവിലാസ് പ്രഭു പറഞ്ഞു. നമുക്ക് 6 മണിക്കൂർ ഉറങ്ങാം എന്നുള്ള കാര്യം അദ്ദേഹം പ്രഭുപാദ് ഒരു കൺസെഷൻ, പക്ഷെ അതിനെ അഡ്വാൻറ്റേജ് എടുത്ത് നമ്മൾ മംഗളാരതി അറ്റൻഡ് ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം പ്രഭുപാദ് കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഹരിവിലാസ് പ്രഭു പറഞ്ഞു തരികയാണ് ചെയ്തത്.